പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട് ആരാരോ പാടിയിടും താരാട്ടിൻ കൺമണിക്ക് ഏതേതോ. നില എന്ത് പറ്റി ഇങ്ങനെ ഷോക്ക് അടിച്ചു പോലെ നിൽക്കുന്നേ? ഇതാണോ അങ്കിളുടെ വീട്? അതെന്നില്ല, ഇത്രയും വലിയ വീട് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ വീടൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ പണമില്ലാത്ത വീട്ടിൽ ജനിച്ചതെന്ന് തോന്നുന്നു. വീടിന്റെ മുൻഭാഗം കണ്ടപ്പോഴേ ഷോക്ക്. അകത്തേറി അവള് തീർന്നത് തന്നെ. അല്ല, നിനക്ക് ഡോർ വന്നാ പുറത്തേക്ക് ഇറങ്ങിക്കാടായിരുന്നോ? ഒരാൾ വന്ന് ഡോർ തുറന്നു തരണോ? എനിക്ക് ഡോർ എങ്ങനെയാ തുറക്കേണ്ടേന്ന് അറിയില്ല കവിൻ. അച്ഛാ, ഡോറ് തുറക്കാൻ അറിയാത്തവരെയൊക്കെ കാറിനകത്ത് വെറ്റി എന്തിനാച്ച ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലടാ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിലയ്ക്ക് അറിയില്ലായിരിക്കാം, നിലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിനക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം. എനിക്കെല്ലാം അറിയാം. വെറുതെ കള്ളം പറയല്ലേ. ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ നിനക്ക് അറിയായിരുന്നെങ്കിൽ നീ 100-ൽ 100 വാങ്ങുമായിരുന്നല്ലോ. ഗ്രേറ്റ് ഇൻസൾട്ട്. ആന്റി, അവനും വാങ്ങിച്ചിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. വെരി ഗുഡ് മോളെ. ഇങ്ങനെ വേണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വേണം കഴിയാൻ. ഓക്കെ അല്ലേ? ഇത് കണ്ടിട്ട് ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നതിനാ? ഇനിയും നിറയെ കാണാൻ കിടക്കല്ലേ അകത്ത്. വാ. ചില്ലയിൽ പാവം പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട് ഇതാ, ഇത് പാക്ക് ചെയ്തോളൂ. ശരി മാഡം. ഇവിടെ വിജി എന്ന് പേരുള്ള ആരാ? ഞാനാ വിജി. മാഡം, എന്താ ഇത്? നിങ്ങൾ ഓർഡർ ചെയ്ത പാഴ്സൽ വന്നിട്ടുണ്ട്. ശരി, ഇവിടെ വെച്ചോ. ശരി മാഡം. മാഡം, ഇതിലൊന്നും ഒപ്പിട്ടേ. ഇവിടെയാണോ? ഇതാ. താങ്ക് യു മാഡം. ചേട്ടാ, ബില്ല് ചെയ്ത് കൊടുത്തേക്കണേ. അല്ല വിജി, എന്താടി ഇത്? ഇത്രയും വലിയ ബോക്സിൽ എന്താ? തുണി വല്ലോ ആണോ? ഇല്ല യമുന, ഇതിലുള്ളത് സൈക്കിളാ. എന്ത് സൈക്കിളോ? നിലമൊക്കെയുള്ള സൈക്കിളാണോ? അതെ യമുന. എന്റെ മോള് കൊറേ നാളായിട്ട് അവൾക്ക് സൈക്കിൾ വേണമെന്ന് ചോദിച്ചോണ്ടിരുന്നതാ. ഞങ്ങള് തേക്കടിയിലുള്ളപ്പോ തന്നെ അവൾ എപ്പോഴും ചോദിക്കും. അപ്പൊ എന്റെ അടുത്ത് കാശ് തീരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഈ എക്സാമില് അവൾ എന്തായാലും ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതാ ഈ കുട്ടി സൈക്കിള് അവൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഓർഡർ ചെയ്ത് ഞാനിവിടെ വരുത്തിച്ചത്. ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ഇത് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താ അവൾ ഒരുപാട് സന്തോഷപ്പെടും. കൊള്ളാലോ വിജി. നിന്റെ മോളൊരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ അതെത്ര വില കൂടിയതാണെങ്കിൽ പോലും നീ കഷ്ടപ്പെട്ട് അത് വാങ്ങിക്കൊടുത്തല്ലോ. അതല്ലാതെ എനിക്ക് വേറെന്താ ജോലി? എന്റെ ലോകം തന്നെ എന്റെ മോള് നിലയാ. അവൾ എന്നോട് എന്തെങ്കിലും ചോദിച്ച് അതെനിക്ക് കൊടുക്കാൻ പറ്റാതെ പോയാലോ എന്നുള്ള തോന്നല്ല എനിക്ക് ഈ ജോലിയില്. എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരൊക്കെ എന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും അതെല്ലാം ഞാൻ ക്ഷമയോടെ സഹിച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്ക് നിലമോൾ എത്ര പ്രധാനമാണോ അതേപോലെ അവളെ വളർത്താൻ വേണ്ടി എനിക്ക് ഈ ജോലിയും പ്രധാനമാ. ശരി, ഞാൻ ഈ സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് ജോലി നോക്കാം.